ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. താൽക്കാലിക ലഹരിക്കപ്പുറം വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടത് വായനയുടെയും സേവനത്തിന്റെയും ലഹരിയാണെന്ന് ഉന്നതമായ ആദർശം നൽകണമെന്നും നന്ദാത്മജാനന്ദ സ്വാമി പറഞ്ഞു. നല്ല ആദർശങ്ങൾ നൽകാൻ രക്ഷിതാക്കളും സമൂഹവും തയ്യാറാകണമെന്ന് സ്വാമി പറഞ്ഞു. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളും ഇൻ്റർനെറ്റും ഒക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ ലഭ്യത കുറയ്ക്കുക എന്നത് അതൊക്കെ ഭരിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ശക്തമായ രീതിയിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അതിലുപരി വിദ്യാർത്ഥികൾക്ക്, കുട്ടികൾക്ക് ഉന്നതമായ ആദർശങ്ങൾ ചെറുപ്പത്തിൽ കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അതായിരിക്കും ഇതിനുള്ള യഥാർത്ഥ പരിഹാരം എന്ന് തോന്നുന്നു. ഈ സാധാരണ ലഹരി, താൽക്കാലികമായ ലഹരിക്കാണല്ലോ അവർ അടിമപ്പെടുന്നത്. താൽക്കാലികമായ ലഹരിക്ക് അപ്പുറത്ത് അവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് വായനയുടെ ലഹരി, അതുപോലെ തന്നെ സേവനത്തിൻ്റെ ലഹരി. സേവനത്തിൻ്റെയൊക്കെ ലഹരി വളരെ ശ്രേഷ്ഠമായ ഒന്നാണ്. അതുപോലെ തന്നെ കൊടുക്കലിൻ്റെ ലഹരി. നമ്മൾ പൊതുവെ സ്വാർത്ഥികളായിട്ടുള്ള മനുഷ്യർ എന്ത് കിട്ടും എന്ന് ചോദിക്കുകയും എന്ത് കിട്ടണം എന്ന് ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. കൊടുക്കുന്നതിലൂടെ കിട്ടുന്ന ഒരു സന്തോഷവും സംതൃപ്തിയും ലഹരിയൊക്കെ ഉണ്ട്. അത് സേവനത്തിൻ്റെ ലഹരി, കൊടുക്കുന്നതിൻ്റെ ലഹരി, പിന്നെ ഏകാഗ്രതയുടെ ലഹരി. അത് വലിയ ഒന്നാണ്. അത് ആദർശത്തിൻ്റെ അങ്ങേയറ്റമാണ്. ഏകാഗ്രതയിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു വലിയ ലഹരിയുണ്ട്. ഇതൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള ലഹരി എന്ന് പറയുന്നത്. ആ യഥാർത്ഥമായ ലഹരിയെ മറന്നുകൊണ്ടാണ് ഈ താൽക്കാലികമായ ലഹരിയിലേക്ക് പോകുന്നത്. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.